ചാലക്കുടി നഗരസഭാ അങ്കണത്തിൽ നഗരസഭയുടെ ഈ അകത്തളത്തിൽ ഇപ്പോൾ വലിയ നന്മയാർന്നൊരു പ്രവൃത്തിക്ക് തുടക്കം കുറിക്കുകയാണ് ഷിബു ആലപ്പൻ, പുതിയ ചെയർമാൻ. അദ്ദേഹം പറഞ്ഞ മാതിരി തന്നെ ഒരു നാട്ടിൽ വികസനം കൊണ്ടുവരുമ്പോൾ അവിടുത്തെ പാവപ്പെട്ടവനെ ഏറ്റവും ആദ്യം ചിന്തിക്കണമെന്നാണ് അദ്ദേഹം ഇന്നലെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം നടത്തുന്ന ഈ ആദ്യത്തെ ഈ ഉദ്ഘാടന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഗരസഭയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രധാനപ്പെട്ട പരിപാടി അത്തരമുള്ളൊരു പരിപാടിയാണ്. ഏറ്റവും ആവശ്യമുള്ള ഗുണഭോക്താക്കൾക്ക് മുച്ചക്രവാഹനം കൊടുക്കുന്ന പരിപാടി 24-25 സാമ്പത്തിക വർഷത്തിൽ നഗരസഭ നടപ്പിലാക്കിയ 5 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. എൻ്റെ ഈ പിറകിലിരിക്കുന്ന മുച്ചക്രവാഹനങ്ങൾ ഏകദേശം 1 ലക്ഷത്തിന് മേലെ വരുന്ന പണം ഓരോ വണ്ടിക്കും ചിലവായിട്ടുണ്ട്. ഇത് 4 പേർക്കാണ് ഇത് കൊടുക്കുന്നത്. നമുക്കറിയാം, ഈ മുച്ചക്രവാഹനം ആവശ്യമായിട്ട് ഒരുപാട് പേര് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് സഹായകമായിട്ട് ചാലക്കുടി നഗരസഭ നടപ്പിലാക്കുന്ന ഈ മുച്ചക്രവാഹന പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കാരണം വിവിധങ്ങളായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് നമ്മളെപ്പോലെ സാധാരണഗതിയിലുള്ള വാഹനത്തിൽ പോകാൻ പറ്റില്ല. അപ്പോൾ നഗരസഭ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ മുച്ചക്രവാഹന പദ്ധതി നടപ്പിലാക്കി 5 ലക്ഷം രൂപ അതിനുവേണ്ടി നീക്കിവെച്ചു. ഇപ്പോൾ അത് വിതരണം ചെയ്യുന്ന പരിപാടിയാണ്. എനിക്കൊരു നിർദ്ദേശമുള്ളത്, ഇത്തരം കാര്യങ്ങൾക്ക് നഗരസഭ കൂടുതൽ ഫണ്ട് മാറ്റിവെക്കണം എന്ന് തന്നെയാണ്. കാരണം കുറേ പേര് ഇപ്പോഴും വീടിൻ്റെ അകത്തളങ്ങളിൽ ഇതുപോലെ സഞ്ചരിക്കാൻ പറ്റാതെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. അവർക്കൊക്കെ സഹായമാകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഷിബു ആലപ്പൻ എന്ന ചെയർമാന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുകയാണ്. ഭിന്നശേഷിക്കാർക്കുള്ള മുച്ചക്ര വാഹനത്തിന്റെ വിതരണത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. 5 ലക്ഷം രൂപയാണ് വാർഷിക പദ്ധതിയിൽ ഇതിനുവേണ്ടി ഉൾപ്പെടുത്തിയിരുന്നത്. ഗുണഭോക്താക്കളായി ഒരുപാട് പേര് വന്നിരുന്നെങ്കിലും ഏറ്റവും അർഹരായ 4 പേരെയാണ് നമ്മൾ ഇതിനുവേണ്ടി സെലക്ട് ചെയ്തത്. വരും വർഷങ്ങളിലും നമ്മൾ ഇതുപോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ധന്യമായ ഒരു പരിപാടിയാണ് ചാലക്കുടി നഗരസഭയുടെ ഇന്ന് നമ്മുടെ അങ്കണത്തിൽ നടക്കുന്ന ഈ മുച്ചക്ര വാഹനങ്ങളുടെ വിതരണം. തീർച്ചയായിട്ടും എനിക്ക് ഒരു വ്യക്തിപരമായ സന്തോഷം എന്ന് പറയുന്നത്, നഗരസഭയുടെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷം ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം നമുക്കിന്ന് ആദ്യമായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടുള്ളത്. മുൻകാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ മുച്ചക്ര വാഹനങ്ങൾ ഈ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് തുടർ വർഷങ്ങളിലൊക്കെ നമ്മൾ കൊടുത്തു പോന്നിരുന്നതാണ്. പക്ഷേ ഇടക്കാലം വെച്ച് നമ്മുടെ പദ്ധതി വിഹിതത്തിൻ്റെയൊക്കെ കുറവൊക്കെ വന്നപ്പോൾ നിങ്ങൾക്കറിയാം, ഇതിപ്പോൾ ഒരു 4 പേർക്ക് ഈ ആനുകൂല്യം കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം 5 ലക്ഷം രൂപയാണ് നഗരസഭ ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വന്നിട്ടുള്ള വിഹിതം എന്ന് പറയുന്നത്. വലിയ സാമ്പത്തിക ചെലവ് കൂടിയ ഒരു പദ്ധതിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സമീപകാലത്ത് നമുക്ക് കിട്ടുന്ന പദ്ധതി വിഹിതത്തിൻ്റെയും ബഡ്ജറ്റ് വിഹിതത്തിൻ്റെയൊക്കെ കുറവൊക്കെ പല പ്രവർത്തനങ്ങളെയും ബാധിച്ചതുപോലെ തന്നെ ഈ സമീപ വർഷങ്ങളിൽ നമുക്ക് ഭിന്നശേഷിക്കാർക്ക്, ഈ അർഹതപ്പെട്ട ആളുകൾക്ക് മുച്ചക്ര വാഹനം കൊടുക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് വീണ്ടും ഇത് തീർച്ചയായിട്ടും ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന, ഇത് വെറും യാത്രയ്ക്ക് വേണ്ടി മാത്രമല്ല, പലർക്കും അവരുടെ ഒരു കുടുംബത്തിൻ്റെ ഉപജീവന മാർഗത്തിന് കൂടി ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതുകൊണ്ട് ഇത് ഉൾപ്പെടുത്തണം എന്ന ആവശ്യം നമ്മുടെ ജനപ്രതിനിധികളും അന്നത്തെ പദ്ധതി കൈകാര്യം ചെയ്തിരുന്ന ഇംപ്ലിമെൻ്റ് ഓഫീസർ, ICD സൂപ്പർവൈസർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെയും അതിനുവേണ്ടി ശ്രമിച്ചതിൻ്റെയും ഭാഗമാണ് 4 പേർക്കെങ്കിലും നമുക്ക് ഈ ഒരു പദ്ധതി വഴി ഈ ആനുകൂല്യം കൊടുക്കാനായിട്ട് സാധിച്ചത്. ചാലക്കുടി നഗരസഭയുടെ ഏറ്റവും വലിയ ഒരു പദ്ധതി തന്നെയാണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ മുച്ചക്ര വാഹനം ഇന്ന് അതിവിടെ യാഥാർത്ഥ്യമാകുകയാണ്. നമുക്കറിയാം, നിരാലംബരായ വ്യക്തികൾക്ക് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരു സഹായകരമാകും ഈ ഒരു പദ്ധതി. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് അപേക്ഷകർ ഇതിലുണ്ടായിരുന്നു. അതിൽ നിന്നും വളരെ ഷോർട്ട് ലിസ്റ്റായിട്ട് 4 പേർക്ക് നമുക്ക് 5 ലക്ഷം രൂപയാണ് ഈ വകയിരുത്തിയത്. 1,20,000 രൂപയോളാണ് നമുക്ക് ഒരു വണ്ടിക്ക് വേണ്ടി വന്നത്. നമ്മൾക്ക് ഈ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, നഗരസഭയുടെ 36 വാർഡിലും നമ്മുടെ ഭിന്നശേഷി അല്ലെങ്കിൽ അംഗപരിമിതരായ ആളുകളുണ്ട്. ഇതിൽ ഏകദേശം ഒരു 10-40 അപേക്ഷകളോളം നമുക്ക് വന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് കുര്യൻ അവരെ ഞാൻ ഈ നന്ദിയോടെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കാണ്. അദ്ദേഹം അത് ഒരു ഓർത്തോ ഒരു പരിശോധനയൊക്കെ നടത്തിയതിൻ്റെ വെളിച്ചത്തിൽ ക്രമമായിട്ട് നമ്മൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിൻ്റെ വെളിച്ചത്തിൽ ഏറ്റവും അർഹരായ 4 പേർക്കാണ് നമ്മളിന്ന് ഇപ്രാവശ്യം കൊടുക്കുന്നത്. അടുത്ത വർഷം നേരത്തെ ക്ഷേമകാര്യ ചെയർമാൻ പറഞ്ഞ പോലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ വർഷം ഇതിൻ്റെ പദ്ധതിക്ക് തുടക്കം വെച്ചതും ഫണ്ട് എല്ലാ കാര്യങ്ങളും പാസ്സാക്കി എടുക്കുന്നത് അന്നത്തെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജോർജ് തോമസ്. ഇപ്പോൾ അത് നടപ്പിലാക്കുന്നത് അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും
എല്ലാ മേഖലകളിലും നമുക്ക് തരുന്ന ഫണ്ട് യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കുന്നു. എല്ലാവരും നമ്മൾ സപ്പോർട്ടായിട്ട് നമ്മളുടെ വാർഡ് സഭ മുതൽ ഇന്നിപ്പോൾ ഈ പരസ്യം കാണുമ്പോൾ പലവരും വിളിക്കുകയാണ്, ഞങ്ങൾക്ക് അർഹതയുണ്ട്, മുച്ചക്ര വാഹനം കിട്ടില്ലെന്ന്. പലപ്പോഴും ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്നത് പോലെ വാർഡ് സഭയിൽ പോകുകയോ നമ്മളുടെ ഗൂഗിൾ ഷീറ്റോ അല്ലെങ്കിൽ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുകയോ ഒന്നുമില്ലാതെ അവസാന സമയത്ത് മാത്രമാണ്. അപ്പോൾ അറിഞ്ഞാൽ പോലും പോകാത്ത സാഹചര്യത്തിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അർഹരെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ്. അപ്പോൾ വീണ്ടും ഈ ഒരു മാധ്യമ ഇത് ഉള്ളത് കൊണ്ട് തന്നെ പറയാണ്, നമ്മുടെ വാർഡ് സഭകളിൽ ജനങ്ങൾ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കി കിട്ടുന്ന ഫോമുകൾ അർഹരായവർ അപേക്ഷ കൊടുക്കണം. വരും കാലങ്ങളിൽ ഇതിനാവശ്യമായ ഫണ്ട് കൂടുതൽ വെച്ചുകൊണ്ട് ഈ 2025-26 വർഷത്തിൽ നമ്മൾക്ക് ഇതിന് കൂടുതൽ ഫണ്ട് വെച്ചുകൊണ്ട് നമുക്ക് ഈ പദ്ധതി കൂടുതൽ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. ഈ വണ്ടി തന്ന എല്ലാവർക്കും, ഞങ്ങൾ ഇതിൽ ബുദ്ധിമുട്ടിയ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബക്കാരെയും വളരെയധികം നന്ദി. ആവശ്യമായിരുന്നു, നടക്കാൻ ഒട്ടും പറ്റില്ല. ഞാൻ ഇങ്ങനെ കാണുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഒരടി വയ്ക്കണമെങ്കിൽ വണ്ടി വേണം, ഹോസ്പിറ്റലിൽ പോകണം, എല്ലാത്തിനും ഈ വണ്ടി തന്നെ വേണം. കൗൺസിലർ വഴി അറിവ് കിട്ടി, എഴുതി കൊടുത്തു. ഇപ്പോൾ കൗൺസിലർ ജോർജാണ് ഞങ്ങളുടെ വാർഡിലെ. അപ്പോൾ ആളായിട്ട് ഇതൊക്കെ എഴുതി കൊടുത്ത് കുറേ ഇത് കഴിഞ്ഞ് കിട്ടി. അപ്പം തന്ന എല്ലാവർക്കും ഇതിന് ബുദ്ധിമുട്ടുകൾക്കൊക്കെ വളരെയധികം സന്തോഷം. നഗരസഭ തന്നെ ഞങ്ങൾക്ക് സ്വയം തൊഴിലായിട്ട് നടക്കുന്ന ഞങ്ങൾക്ക് ഇത്തിരി സൗകര്യപ്രദമായ കാര്യങ്ങളാണ്. വീടിൻ്റെ അകത്തളങ്ങളിൽ ഇനിയും കുറേ ആളുകൾ ഒതുങ്ങിക്കൂടി കഴിക്കുന്നുണ്ട്. അവർക്കും എത്രയും പെട്ടെന്ന് ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ നൽകി അവരെ എല്ലാവരെയും സഹായിക്കാനാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. എല്ലാവരും ഉപഭോക്താവായിട്ട് എന്നെ ഫസ്റ്റ് തിരഞ്ഞെടുത്താൽ നന്നു തന്നു. ഞാൻ പ്ലാൻ വരയ്ക്കലാണ്. ചാലക്കുടി മുനിസിപ്പൽ ചെയർമാനും ഇപ്പോഴുള്ള ചെയർമാനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു.